നിങ്ങൾ പി ജയരാജനെ കണ്ണൂരിൽ തെറിപ്പിച്ചില്ലേ? പി ജയരാജനെ, ആ ജയരാജൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ 4 പള്ളിക്കാടുകൾ ഇപ്പോഴുമുണ്ട് വഖഫിന്റെ കയ്യിൽ. ഒരു മയ്യത്ത് അവിടെ വെക്കാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. അവിടെ ഇപ്പോഴുമുണ്ട് പണി തീരാതെ തുടങ്ങി വെച്ച പള്ളികൾ. ഞാനിത് വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ ഈ നാട് ഒരുപാട് ദൂരെയൊന്നല്ല ഞാൻ നിൽക്കുന്നത്, ഉഗാണ്ടയിലൊന്നല്ല. ഞാൻ കണ്ണൂരിലെ MLA ആണ്, കോഴിക്കോട് താമസിക്കുന്നവനാണ്. നിങ്ങൾക്ക് ഇതാ ഇവിടെ നിങ്ങൾ ഇക്ബാലിന്റെ വീട്ടിൽ വന്ന് നിന്ന് എന്നെ കൂട്ടാൻ വന്ന കുട്ടികള് കുറ്റിപ്പുറം വരെ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അടുത്താണ് ഇതാ മജീദൊക്കെ വരുന്നത്. മജീദൊക്കെ അറിയാം, വളരെ അടുത്താണ്. നിങ്ങൾ നാളെ വാ, ഞാൻ നിങ്ങൾക്ക് കൃത്യമായ അഡ്രസ് പറഞ്ഞു തരാം, സ്ഥലം പറഞ്ഞു തരാം. ഞാനൊരു MLA ആണ്. തെരഞ്ഞെടുപ്പിൽ 4 വോട്ടിന് വേണ്ടിയുള്ള വർത്താനമല്ല. പള്ളി നിർമ്മിക്കാൻ സമ്മതിക്കാത്ത സ്ഥലം ഞാൻ നിങ്ങൾക്ക് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ CPM-കാരെ ആ തലശ്ശേരി മണ്ഡലത്തിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് പള്ളി വഖഫ് ചെയ്ത ഭൂമി നിങ്ങൾ തടസ്സപ്പെടുത്തും. നിങ്ങൾ പോറ്റി വളർത്തുന്ന മതസംഘടനകളില്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കിടക്കാൻ പറയുമ്പോ ഇരുന്ന് നക്കിത്തരുന്ന മതസംഘടനകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരില്ലേ? മോഡിക്ക് പോലും ഒത്താശ പാടാൻ മടിയില്ലാത്തവര്, നിങ്ങൾ അവരോട് പറയും ഒരു പള്ളി ഉണ്ടാക്കാൻ. ഉണ്ടാക്കും, അവിടെ അവരുണ്ടാക്കട്ടെ. ആ പള്ളിക്കാട്ടിൽ ഒരു മയ്യത്ത് വെക്കാൻ നിങ്ങൾ അവരോട് പറയും. എന്നിട്ട് മറ്റുള്ളയിടത്ത് വന്നിട്ട് രാഷ്ട്രീയം പറയാം. ഞാൻ പരസ്യമായി പറയുന്നു, CPM-ന് അന്വേഷിക്കാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ വന്നോ. KM ഷാജി MLA ആണ്, ഒളിച്ചോടൊന്നുമില്ല. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയാണ്, ഒളിച്ചോടാൻ പറ്റില്ല. നിങ്ങൾ വന്നാൽ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് മൈനോറിറ്റിയുടെ വോട്ടുകൾ തട്ടിയെടുക്കാൻ വേണ്ടി വൃത്തികേടുകൾ കാണിക്കാൻ ഒരു മടിയുമില്ലാതെ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ CPM-കാർ താൽക്കാലികമായ ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ട് അല്ലെങ്കിൽ ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഓരോ വിഭാഗത്തെ പറ്റിയും മറുവിഭാഗത്തിന്റെ മനസ്സുകളിൽ ഭീകരമായൊരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയാൽ അതൊരു ഇലക്ഷൻ കൊണ്ട് അവസാനിക്കൂല. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഇത്രകാല ജീവിതത്തിൽ അങ്ങനെ CPM-ന്റെ ഭാഗത്തുനിന്നോ ആരാധനാ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊന്നും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പൊ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസത്തെയും മാർക്സിസത്തെയും ബേസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം. നമ്മൾ രാജ്യത്തിന്റെ സൗഹാർദ്ദവും സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. ഈ പെരളശ്ശേരി പള്ളിയിലെ പ്രാർത്ഥന ഇനി മാർക്സിസ്റ്റുകാർ മുടക്കിയെന്ന് പറയുന്നല്ലോ, അത് കളവാ. അത് വോട്ട് വേണ്ടി പറയിപ്പിക്കുന്ന ബാങ്ക് വിളി തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നത് കളവാന്ന്. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഓരോ ഇലക്ഷന്റെ സമയത്ത് മാത്രമേ അത് വരുന്നുള്ളൂ ആ വാക്കുകൾ. നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കാണാനിടയായി. അതുമായിട്ട് നമ്മുടെ പ്രദേശത്ത് അതായത് നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള യാതൊരുവിധ സൗഹാർദ്ദത്തിന് ഒരു കുറവുമില്ല. നല്ല രീതിയിൽ നല്ല ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മഹല്ലാണ് നമ്മുടെ പെരളശ്ശേരി മഹല്ല്. അതുപോലെ ബാങ്ക് വിളിക്കാൻ പറ്റുന്നില്ല, പിന്നെ പള്ളിയിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത്. അപ്പോൾ ഇത്തരം പ്രസ്താവനകൾ എത്രയും പെട്ടെന്ന് അവർ പിൻവലിക്കുക. എല്ലാവരും ഒറ്റക്കെട്ടായി ഇങ്ങനെയുള്ള പ്രചരണങ്ങൾക്കെതിരെ ശക്തമായി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം.